പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. സൗമ്യൻ, സോമൻ്റെ പുത്രനും സൗമ്യമായ ഗുണങ്ങളോട് കൂടിയ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, ബുധൻ ചാരവശാൽ ഇപ്പോൾ തുലാൻ രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് വരികയാണ്. വൃശ്ചികത്തിലായിരുന്നു ബുധൻ. അവിടെ നിന്നും തൻ്റെ സുഹൃത്തായ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ചാരവശാൽ വക്രിയായി സഞ്ചരിച്ചു. നല്ല ഫലം പലർക്കും ലഭിച്ചു എന്ന് പറഞ്ഞു വക്രിയായ ബുധൻ, തുലാൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ. ആ ബുധനിത തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരികയാണ്, തൻ്റെ ശത്രുക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഡിസംബർ 6-ാം തീയതി വൃശ്ചികത്തിലേക്ക് പ്രവേശിച്ച ബുധൻ 23 ദിനങ്ങൾ വൃശ്ചികമാസം 29-ാം തീയതി വരെ വൃശ്ചിക രാശിയിൽ നിൽക്കുകയാണ്. എപ്രകാരം മേടം മുതലായ രാശികൾക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള വൃശ്ചിക രാശിയിലേക്കുള്ള പ്രവേശനം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്ര നല്ല ഫലം ബുധന് വൃശ്ചിക രാശിയിൽ ചൊവ്വാക്ഷേത്രങ്ങളിൽ മേട വൃശ്ചിക രാശികളിൽ പറഞ്ഞിട്ടില്ല. ദ്യൂതാന്ന പാനരത നാസ്തിക ചോര നിസ്വ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ. ചൊവ്വാക്ഷേത്രത്തിലെ ബുധൻ അസത്യരഥ, സത്യരഥനല്ല, സത്യമാർഗത്തിൽ സഞ്ചരിക്കില്ല, അസത്യമാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കും. സത്യസന്ധമായ രീതി അദ്ദേഹം സ്വീകരിക്കില്ല. പിന്നെ അദ്ദേഹം ആരാകുന്ന ബുധൻ, മേടൻ രാശിയിലും വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന ബുധൻ ദ്യൂത അന്നപാനരഥ. ദ്യൂതം എന്നാൽ ക്രീഡ, കളികൾ. നമ്മൾ എല്ലാവിധ ക്രീഡകളും, പഴയ മുച്ചീട്ട് കളി മുതൽ ചീട്ട് കളി മുതൽ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടുന്ന കളികൾ, അല്ലെ ഗാംബ്ലിംഗ്, ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന എന്ത് ക്രിയകളും ഷെയർ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നതും ദ്യൂതമാണ്. ഒരുതരം ചൂതാട്ടമാണ് അതൊക്കെ. ലാഭം ലഭിക്കാം, ലാഭം പ്രതീക്ഷിക്കാം, നശിക്കാം, രണ്ടുമാവാം. ദ്യൂത. അന്നപാനരതി, അന്നത്തിൻ്റെ രതി, ഭക്ഷണ വിഷയത്തിലുള്ള രതി. പാനം, ഡ്രിങ്ക്സ്, കുടി, മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയിലുള്ള താല്പര്യം. ദ്യൂത അന്നപാനരതി, അല്ലെങ്കിൽ അതിലുള്ള രഥ, താല്പര്യം. നാസ്തിക, ദൈവവിശ്വാസം വളരെ കുറയുക. ആസ്തികത്വമില്ലാത്ത അവസ്ഥക്കാണ് നാസ്തികത്വം എന്ന് പറയുക. ചോരഹ, ചോരയ രീതി ചോര, കളവ് പറയുക, കളവ് പ്രവർത്തിക്കുക, കള്ളനാവുക. നിസ്വഹ, ധനമില്ലാത്ത അവസ്ഥ. നിർഗതം സ്വം യസ്യ സഹ, തനിക്ക് ധനമില്ല തൻ്റെ കൈവശം. കുസ്ത്രീക കൂടകൃത്, കുസ്ത്രീക, കുസ്ത്രീ വിഷയത്തിൽ അങ്ങേറ്റം താല്പര്യം. കുൽസിത സ്ത്രീ, കുൽസിതയായ സ്ത്രീകളിൽ, വർജിക്കപ്പെട്ട സ്ത്രീകളുള്ള താല്പര്യം. ഇത് ചൊവ്വാക്ഷേത്രങ്ങളിലെ ബുധൻ വളരെയധികം പ്രകടിപ്പിക്കും. കൂടകൃത്, കൂടകർമ്മങ്ങളൊക്കെ ചെയ്യുക. അസത്യ രഥ, സത്യരഥനല്ലാത്തൊരവസ്ഥ. നല്ല ഫലമല്ല. മറിച്ച് ശുക്രക്ഷേത്രത്തിലെ ബുധനും സ്വന്തം ക്ഷേത്രങ്ങളായ മിഥുന കന്നിയിലെ ബുധനും വ്യാഴക്ഷേത്രങ്ങളായ മീനത്തിലും ധനുവിലും ബുധൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ്. കർക്കിടകത്തിലും ചിങ്ങത്തിലും പറഞ്ഞ ഫലങ്ങൾ നല്ലതല്ല. അപ്രകാരം മകര കുംഭത്തിലും പറഞ്ഞ ഫലങ്ങളും വളരെ മോശമാണ്. അതിനാൽ ഈ 24 ദിവസം ശ്രദ്ധിക്കുക. വിവാദങ്ങളിലൊക്കെ പോകാതെ, ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ആർക്കും ഉണ്ടാകാത്തൊരവസ്ഥ സംജാതമാക്കട്ടെ ഈ ബുധൻ. കാരണം ബുധൻ ഗാംബ്ലറാണ്. 24 ദിവസം നിൽക്കുന്ന ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും. അത് ആർക്കൊക്കെ ഫലം ചെയ്യാം? ഈ വൃശ്ചികത്തിൽ നിൽക്കുന്ന ബുധൻ എന്ന് നമുക്ക് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഏതായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. മേടം മുതൽ 12 രാശിക്കാരുടെയും ഈ ബുധൻ്റെ അവസ്ഥ എപ്രകാരമാണെന്നുള്ള ചിന്തയാണ് നാം ചെയ്യുന്നത്. നന്ദി, നമസ്തേ. ചാരവശാൽ ബുധൻ മകരൻ രാശിക്കാർക്ക് എവിടെ നിൽക്കുന്നു? 11-ാം ഭാവത്തിൽ വൃശ്ചിക രാശിയിൽ നിൽക്കുന്നു. മകരൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ബുധൻ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം 2 ഭാവങ്ങളുടെ അധിപനാണ്, അവരുടെ ഭാഗ്യാധിപനാണ്, 9-ാം ഭാവാധിപനാണ്. ബുധൻ ശക്തനാണ്, 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. സലാഭ, ലാഭമുണ്ടാക്കും മകരൻ രാശിക്കാർക്ക്. അവിടെ മകരൻ രാശിക്കാർക്ക് വ്യാഴപ്പിഴവാണെങ്കിലും ഈ ബുധൻ പല കാര്യങ്ങളിലും നന്മകൾ പ്രദാനം ചെയ്യും, ലാഭം പ്രദാനം ചെയ്യും. അവരുടെ സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായി വരും. ഗർഭം ധരിക്കാൻ ഭാര്യയ്ക്ക് യോഗ്യത വരുന്നു.
ലഗ്നാൽ പുത്ര കളത്രഭേ ശുഭോധി പ്രാപ്തി അഥവാ ആലോകിതേ. ഭാഗ്യാധിപനായ ഗ്രഹം 7-ാം ഭാവത്തിൽ വരുമ്പോൾ വിവാഹം നടക്കും. 5-ാം ഭാവത്തിലേക്ക് നോക്കുമ്പോഴോ വരുമ്പോഴോ സന്താനമുണ്ടാകും. അതിനാൽ സന്താന വിഷയത്തേക്ക് ഏറ്റവും നല്ല സമയമാണ്. മറ്റൊന്ന്, ആ ബുധൻ മക്കളുടെ പഠനത്തിന് വളരെയധികം അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളെ പ്രദാനം ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ആ ബുധൻ പ്രായമുള്ള അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും അവരുടെ തങ്ങളുടെ സ്വന്തം മക്കൾക്ക് ഒരു കുഞ്ഞുക്കാല് കാണാൻ അനുകൂലമാണ്. അതിനാൽ ബുധൻ നന്മകളെ പ്രദാനം ചെയ്യട്ടെ. വിനാ ലാഭഭാവേ സ്ഥിതം ഭേഷജാതം ന ലാഭോ ന ലാവണ്യമാണന്യമസ്തി. 11-ൽ ബുധനില്ലെങ്കിൽ ലാഭമുണ്ടാകില്ല, ബ്രാഹ്മണന്മാർ വീട്ടിൽ കയറില്ല, സ്വർണം മുതലായി ലഭിക്കില്ല. 11-ൽ ബുധനുണ്ടെങ്കിൽ സ്വർണം വാങ്ങാം, ബ്രാഹ്മണരാ വീടിനെ അനുഗ്രഹിക്കും. അതിനാൽ അന്നദാനാദി കർമ്മങ്ങൾ ചെയ്യുക, തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുക. ഇതൊക്കെ ബുധൻ പ്രദാനം ചെയ്യുന്ന 24 ദിവസങ്ങളാണ് മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. പലപ്പോഴും ലോട്ടറിയിലൊക്കെ വരും. മകരൻ രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴത്തിൻ്റെ പിഴ മാത്രമേ ഉള്ളൂ. ശനി വളരെ ശക്തമായി 3-ലുണ്ട്. അതിനാൽ ലോട്ടറി മുതലായ ഭാഗ്യങ്ങൾക്ക് അനുഭവിക്കാൻ ഈ സമയം അനുകൂലമാണ്. ഗ്യാംബ്ലേഴ്സായി ശോഭിക്കാം. ശ്രദ്ധിച്ച് നീങ്ങുക എന്ന് മാത്രം. നമസ്തേ.